ഹലോ എല്ലാവർക്കും ഓപ്പൺ ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSLC റിവിഷൻ ക്ലാസ്സുകൾക്കും സ്റ്റഡി ടിപ്സിനും മറ്റു ഉപകാരപ്രദമായ വിദ്യാഭ്യാസ വീഡിയോകൾക്കും തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തെ SSLC പരീക്ഷയുടെ ഇംഗ്ലീഷ് ചോദ്യപേപ്പർ ഉണ്ടാകാൻ പോകുന്നത് കൃത്യം ഈ മോഡലിലാണ്. ഈ ചോദ്യപേപ്പർ എന്താണ്, ഇതിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഉപകാരം ഉണ്ടാവും. കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ ഒരു കൃത്യമായ ഒരു രൂപം നമുക്ക് കിട്ടും. അതായത് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാവും. അതായത് ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചിട്ടും ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് A+ നേടിയെടുക്കാം എന്ന് വളരെ കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെ കാണിച്ചു തരും. അതെങ്ങനെയാണ്, ഇനി നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ചോദ്യ പേപ്പറിൻ്റെ മോഡൽ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, വീഡിയോയിൽ കിടക്കുന്നതിന് മുൻപേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. ഹിന്ദി സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ SSLC ഹിന്ദി പരീക്ഷയുടെ A+ നേടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കോഴ്സ് ഓപ്പൺ ഔട്ട് ലേണിംഗ് ആപ്പിലുണ്ട്. ഒരു ക്രാഷ് കോഴ്സാണ്. നോട്ട്സും അടിപൊളി റിവിഷനും എല്ലാം ഉള്ളൊരു കോഴ്സാണ്. വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ആ കോഴ്സിനുള്ളൂ. നിങ്ങൾ ഓപ്പൺ ഔട്ട് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. SSLC ഫോക്കസ് ഏരിയ ഹിന്ദി റിവിഷൻ എന്ന കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ആ കോഴ്സിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് ഇനി അക്ഷരം എഴുതാൻ അറിയില്ലെങ്കിൽ പോലും ഈ കോഴ്സ് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ഹിന്ദിയിൽ നേടിത്തരുമെന്നുള്ളതാണ്. വിശദ വിവരങ്ങൾ അറിയാൻ ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. കൃത്യമായ വിവരം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്നും എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്നും നോക്കാം. ഞാനിവിടെ സ്ക്രീനിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയുണ്ട് പ്രത്യേകതകളെന്ന്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൻ്റെ ഒരു സൈഡിലായിട്ട് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കാണാം. ഇത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇംഗ്ലീഷ് പരീക്ഷ നിങ്ങൾ എന്താണ്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും എത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങിയെടുക്കാം. സിമ്പിളായിട്ട് എന്ന് ഞാൻ പറയുമ്പോൾ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചിട്ട് എങ്ങനെ മാർക്ക് നേടിയെടുക്കാം എന്നുമെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യത്തെ പേജാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇത് എക്സാക്ട്ലി ഈ വർഷം ചോദിക്കാൻ പോകുന്ന അതേ മോഡലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ കാണാം. ഫസ്റ്റ് പേജ് കാണാം. അതിൽ പാർട്ട് 1 എന്ന് കൊടുത്തിരിക്കുന്നു. പാർട്ട് 1-ൽ എയും താഴെ ബിയും കൊടുത്തിരിക്കുന്നു. പാർട്ട് 1-ലെ എ ആണ് ഫോക്കസ് ഏരിയ, പാർട്ട് ബി ആണ് നോൺ ഫോക്കസ് ഏരിയ. പാർട്ട് എയിൽ 6 ചോദ്യമുണ്ട്, അത് 4 എഴുതണം. പാർട്ട് ബിയിൽ 4 ചോദ്യം, 4 ഉത്തരം എഴുതണം. അതായത് ഫോക്കസ് ഏരിയയിൽ 6-ൽ 4 ആണെങ്കിൽ നോൺ ഫോക്കസ് ഏരിയയിൽ 4-ൽ 4 എഴുതണം എന്നുള്ളതാണ് സിസ്റ്റം. ഇവിടെ നോക്കുക, ഫോക്കസ് ഏരിയയിൽ നിന്നും വന്നിരിക്കുന്ന ചോദ്യം അഡ്വഞ്ചേഴ്സിനെ ബനിയൻ ട്രീ എന്ന് പറയുന്ന പാഠത്തിലെ ചോദ്യമാണ്. റീഡിംഗ് പാസേജ് ആണ് ആദ്യത്തെ ചോദ്യം. ആ ഒരു പാസേജ് വായിച്ച് ഉത്തരം എഴുതുകയാണ്. അത് ഏത് പാഠത്തിന് വന്നാലും നമുക്ക് ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ പറ്റും. കാരണം പാസേജ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഈസി ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നോൺ ഫോക്കസ് ഏരിയ. കാരണം ഫോക്കസ് ഏരിയ നമ്മൾ പഠിക്കുമല്ലോ. നോൺ ഫോക്കസ് ഏരിയ ആണ് നമ്മൾ പഠിക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ ഉള്ളത്. നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നും വന്നിരിക്കുന്ന ചോദ്യമാണ് പാർട്ട് ബിയിൽ ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞു. അത് ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്നൊരു പോയമാണ്. ആ പോയത്തിലെ കുറച്ച് ലൈൻസ് കൊടുത്തൊരു 4 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാം. കാരണം പോയത്തിൻ്റെ ലൈൻസ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചാൽ കിട്ടുന്ന ഉത്തരങ്ങൾ മാത്രമാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാടൊന്നും പഠിച്ചു പോകേണ്ട ആവശ്യം ആ ഭാഗത്തില്ല. ആ 4 മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അല്ലേ. കാരണം പോയം കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് വായിച്ച് ഉത്തരം എഴുതാവുന്നേ ഉള്ളൂ. വേണമെങ്കിൽ പരീക്ഷയ്ക്ക് മുമ്പേ ഒരുതവണ വായിച്ചു പോകുന്നത് കുഴപ്പമൊന്നുമില്ല. ഇനി പാർട്ട് 2, രണ്ടാമത്തെ പാർട്ട് നോക്കാം. രണ്ടാമത്തെ പാർട്ട് ഇതേപോലെ ഒരു ഫോക്കസ് ഏരിയ ഉണ്ട്, ഒരു നോൺ ഫോക്കസ് ഏരിയ ഉണ്ട്. ഫോക്കസ് ഏരിയ റീഡിംഗ് പോയം തന്നെയാണ്. വീണ്ടും റീഡിംഗ് പോയം അതേതാണ്, നിങ്ങൾക്ക് 3 പോയംസാണ് പഠിക്കാനുള്ളത്. ലയൺസ് റിട്ടൺ ഏർലി സ്പ്രിങ്, അതേപോലെ പീറ്റർ ഗില്ലിഗൻ്റെ ബാലറ്റ്, അതേപോലെ മദർ ടു സൺ. ഈ 3-ൽ ഏതെങ്കിലും ഒരു പോയവും അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൊടുക്കും. ഈസിയായിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാം. ഇനി പാർട്ട് ബി നോൺ ഫോക്കസ് ഏരിയ എഴുതാൻ നോക്കാം. വാങ്ക എന്ന് പറയുന്ന പോയത്തിലെ ഒരു പാസേജ് കൊടുത്തിരിക്കുന്നു, അതിൽ നിന്നും ആൻസർ എഴുതുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വായിച്ചോ പ്രിപ്പയർ ചെയ്തോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ചുമ്മാ ആ കൊടുത്തിരിക്കുന്ന പാസേജ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം എഴുതാം. അതായത് നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് വരുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ജസ്റ്റ് ആ പാസേജ് ആ എക്സാം ഹാളിൽ ഇരുന്ന് വായിച്ച് തന്നെ ഉത്തരം എഴുതാവുന്നതേ ഉള്ളൂ. ഇനി ഒരു ധൈര്യത്തിന് വേണമെങ്കിൽ ചാപ്റ്റർ ഒന്ന് മുൻകൂട്ടി വായിച്ച് പോകാമെന്ന് മാത്രം. എക്സാം ഹാളിൽ വന്ന് മാത്രം വായിച്ചാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാം. ഓക്കെ, അപ്പോൾ പാർട്ട് 1-ലും പാർട്ട് 2-ലും നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഒരു തരത്തിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇപ്പോൾ പാർട്ട് 3-ലേക്ക് പോയി നോക്കാം. പാർട്ട് 3 ആണ് നമ്മുടെ അടുത്ത ആള്. ഫോക്കസ് ഏരിയയിലെ വില്ലനായിട്ട് വരുന്നത് നമുക്കറിയാം ഗ്രാമർ ചോദ്യങ്ങളാണ് ഇംഗ്ലീഷ് പരീക്ഷയിൽ എപ്പോഴും അല്ലേ. ഈ ചോദ്യങ്ങൾ ഉൾപ്പെട്ട ഭാഗമാണ് പാർട്ട് 3. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഗ്രാമർ ചോദ്യങ്ങളും അതിലുണ്ട്. എഡിറ്റിംഗ് ഉണ്ട്, അതേപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഉണ്ട്, കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം റിപ്പോർട്ടർ സ്പീച്ച് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് സംശയമുണ്ട് തവണ റിപ്പോർട്ട് സ്പീച്ച് ഗ്രാമറിൻ്റെ ഭാഗമായിട്ട് ഇല്ല എന്ന്.
അതിൻ്റെ പാർട്ട് എ, അവിടെ എല്ലാ ചോദ്യങ്ങൾക്കുമില്ല, ഇവിടെ കൊടുത്ത പ്രകാരമാണ് എങ്കിൽ നിങ്ങൾ 5 ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ഗ്രാമർ, അതിലേതെങ്കിലും 3 എഴുതിയാൽ മതി. 5 ടൈപ്പ് ഗ്രാമർ ക്വസ്റ്റ്യൻ കൊടുത്തതിൽ ഏതെങ്കിലും 3 നിങ്ങൾ എഴുതിയാൽ മതി. അത് ഓർക്കുക, അത് ഭയങ്കര ഭാഗ്യമാണ്. 5 ടൈപ്പ് ഗ്രാമറിൽ 3 എഴുതിയാൽ മതിയാണ്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളത് നോക്കി എഴുതിയാൽ പോരെ, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതിക്കൂടെ? യെസ്, 5ൽ 3 എല്ലാം എഴുതണ്ട. ഇനി ഇതിൻ്റെ പാർട്ട് ബി, നോൺ ഫോക്കസ് ഏരിയ. അതാണ് നിങ്ങൾ എല്ലാം ശ്രദ്ധിക്കുക, നോൺ ഫോക്കസ് ഏരിയയിൽ എന്താണ് വരിക എന്ന്. പക്ഷേ ഇതിൻ്റെ നോൺ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. നിങ്ങൾക്കറിയാം, സാധാരണ വരുന്നൊരു ചോദ്യമുണ്ട്, കുറച്ച് ഹെഡ്ലൈൻസ് കൊടുക്കും പത്രത്തിൻ്റെ. ഇതിലേത് ഹെഡ്ലൈനാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ടത്, ഏത് ഹെഡ്ലൈനാണ് റോഡ് ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അത് ആർക്കും ഉത്തരം എഴുതാവുന്ന ചോദ്യമാണ്. ഏതെങ്കിലും പത്രത്തിൽ ഹെഡിങ് കൊടുത്തിട്ട് ഇതിലേത് വാർത്തയാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ടത്, ഏത് വാർത്തയാണ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടത്, നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവില്ലേ. ആ രീതിയിലുള്ള ചോദ്യമാണ് പാർട്ട് ബിയിൽ വന്നിരിക്കുന്നത്. അല്ല, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇതാവാം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു ടേബിൾ നിങ്ങൾ സ്ക്രീനിൽ കാണും, ഇതൊരു ടേബിൾ കൊടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രാഫ് കൊടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ. ഇത് പുറത്തുനിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ എപ്പോഴും ഉത്തരം എഴുതുന്ന ചോദ്യമാണ് അല്ലേ. അതാണ് നോൺ ഫോക്കസിൽ വന്നത്. അത് തന്നെ 2 ഒന്ന് എഴുതിയാലും മതി. അപ്പോൾ അതിനും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല, വായിച്ച് പഠിക്കാൻ ഒന്നുമില്ല. പുറത്തുനിന്ന് കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും ഗ്രാഫോ ടേബിളോ അതും അല്ലെങ്കിൽ ഹെഡ്ലൈൻസോ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. ആർക്കും ഉത്തരം എഴുതാവുന്ന ചോദ്യങ്ങളാണ്. ഇനി പാർട്ട് 4, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഡിസ്കോഴ്സസ്, ലെറ്റർ, നോട്ടീസ്, ഡയറി, അതേപോലെ ന്യൂസ് റിപ്പോർട്ട്, സ്പീച്ച്, റൈറ്റപ്പ്, നറേഷൻ ഒക്കെ വരുന്ന ഭാഗം. ആ ഭാഗത്താണ് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം പ്രധാനമായിട്ടുണ്ട് എന്ന് എപ്പോഴും കുട്ടികൾക്ക് തോന്നുക. എല്ലാവരും ചോദിക്കാറുമുള്ളത് ഈ നോൺ ഫോക്കസ് ഏരിയയിലുള്ള പാഠങ്ങളിലുള്ള എല്ലാ ലെറ്റർ, ഡയറി, നോട്ടീസും നറേഷനും ഒക്കെ ഞങ്ങൾ പഠിച്ചു വെക്കണ്ടേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിനുള്ള ഉത്തരത ഇപ്പം നിങ്ങൾക്ക് കിട്ടും. പാർട്ട് 4 എന്ന് പറയുന്ന ഡിസ്കോഴ്സുകളാണ്. പാർട്ട് 4ൽ നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും കൊടുത്തിട്ടുണ്ട്. 5 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും 3 എഴുതിയാൽ മതി. അതെല്ലാം ഫോക്കസ് ഏരിയ എന്നാണ്. ഫോക്കസ് ഏരിയ പഠിക്കാനുള്ള പാഠഭാഗം എന്നാണ് ഈ പറയുന്ന ന്യൂസ് റിപ്പോർട്ടും റൈറ്റപ്പും ഒക്കെ വന്നിരിക്കുന്നത്. നമുക്ക് ശ്രദ്ധിക്കേണ്ട പാർട്ട് ബി ആണ്. കാരണം ഫോക്കസ് ഏരിയ എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ പഠിച്ചു പോകും. ഫോക്കസ് ഏരിയ പുറത്തുള്ള നമ്മൾ നോക്കേണ്ടത്. നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നും വന്നിരിക്കുന്നത് എന്താണ്? 3 ചോദ്യങ്ങളാണ് നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് വരുന്നത്. ഒന്ന്, പ്രിപ്പയർ എ കോൺവേഴ്സേഷൻ. 2 ആളുകൾ തമ്മിലുള്ള കോൺവേഴ്സേഷൻ തയ്യാറാക്കുക. അത് നോൺ ഫോക്കസ് ഏരിയയുള്ള പാഠത്തിന് വങ്കയിൽ നിന്നോ അല്ലെങ്കിൽ അതേപോലെയുള്ള കുറേ ചാപ്റ്ററിൽ നിന്നായിരിക്കും വരിക. 2, ഒരു നോട്ടീസ് തയ്യാറാക്കാൻ. 3, പ്രൊഫൈൽ. ഈ 3 കാണുമ്പോൾ അതിൽ 2 നിങ്ങൾ എഴുതിയാൽ മതി. കോൺവെർസേഷൻ തയ്യാറാക്കാനും നോട്ടീസും പ്രൊഫൈലും, ഈ 3ൽ 2 എഴുതിയാൽ മതി. ഇത് ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയോ? നോട്ടീസ് തയ്യാറാക്കാനും അതേപോലെ പ്രൊഫൈൽ എഴുതാനും നിങ്ങൾക്ക് ഒന്നും പഠിക്കേണ്ട. അതറിയാമെങ്കിൽ നിങ്ങൾ പാഠഭാഗം പഠിച്ചിട്ടില്ലെങ്കിലും എഴുതാൻ കഴിയും അല്ലേ? പ്രൊഫൈൽ എഴുതാൻ ചാപ്റ്റർ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നോട്ടീസ് എഴുതാൻ ചാപ്റ്റർ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതായത് നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന് വരുന്ന ഈ 3 ചോദ്യങ്ങൾ 2 എഴുതിയാൽ മതി. ഒരു പക്ഷേ കോൺവേഴ്സേഷൻ്റെ ഉത്തരം എഴുതണമെങ്കിൽ നിങ്ങൾ ചാപ്റ്ററിൻ്റെ കഥ നിങ്ങൾക്ക് ഓർമ്മ വേണ്ടി വരും. എന്നാൽ കോൺവേഴ്സേഷൻ നിങ്ങൾക്ക് ഒഴിവാക്കിക്കൊണ്ട് ബാക്കി 2 എഴുതിയാൽ മതി. 3ൽ 2 എഴുതാനുള്ളൂ എന്ന് വെച്ചാൽ എന്താണ്? പ്രൊഫൈലും നോട്ടീസും എഴുതാൻ നിങ്ങൾ ചാപ്റ്റർ വായിച്ച് പഠിക്കണോ? വേണ്ട. പിന്നെ പാർട്ട് 5ൽ നോൺ ഫോക്കസ് ഏരിയ ഇല്ല, ഫോക്കസ് ഏരിയ മാത്രമേ ചോദിക്കുന്നുള്ളൂ എന്ന് വെച്ചാൽ കാര്യം വളരെ ക്ലിയർ അല്ലേ കുട്ടികളെ? നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ പോരെ? ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഏതൊരു സ്കൂൾ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ അവർ വെറുതെ തയ്യാറാക്കിയതല്ല, എക്സാക്ട്ലി ഇത്തവണ ചോദിക്കാൻ പോകുന്ന മോഡൽ വെച്ചിട്ടുണ്ടാക്കിയതാണ്. അതിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. വീണ്ടും കാണാം. താങ്ക് യു.